നമ്മളെ കൂട്ടരല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോറ്. ഓളെ കാലടിച്ച് മുറിച്ചിട്ട് വീട്ടിലിടണം. ആകെയുള്ളൊരു മോളല്ലടാ, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? പറയുന്നതിനെ കൊണ്ട് വിഷമമൊന്നും വിചാരിക്കണ്ട ഗോപി. നിന്റെ മോളെ നടത്തും ശരിയല്ലേനു. ഓളിട്ട് നടക്കുന്ന കുപ്പായിൽ എന്തെന്നേനു അന്നേരേ എനക്ക് തോന്നിനു ഓള് മതിലാടുന്നു. അതല്ല എൻ്റെ മോൾ അഞ്ചു എന്നാ അടക്കോ ഒതുക്കോ രാവിലെ കോളേജിൽ പോന്ന് അതേപോലെ തിരിച്ചു വരുന്നു. ഒരാളെ മുഖത്ത് പോലും നോക്കൂല. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ വളർത്തിനി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ചെറുപ്പത്തിലേ ശീലിപ്പിക്കണേനു. ആ ശാരദ ചോറായാ? ആ ചോറാന്നുണ്ടപ്പാ. ആ പിന്നെ നീ നോക്കിക്കുന്നു. എന്നാൽ പിന്നെ വേഗം നോക്ക്. ഗോപി ഉണ്ടാവും ഇന്ന് ചോറിന്. ചോറൊന്നും വേണ്ട, ഇറങ്ങൂല. ഗോപി ഇന്ന് ചോറ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് തീരുമാനമാക്കാന്ന്. അഞ്ചു, എനക്കിനെ കാണാൻ ഓർമ്മയായിട്ട് വന്നേന്ന്. നീയൊന്ന് പോയായിട്ട് ആരും കണ്ടിട്ടുണ്ടെങ്കണ്ടല്ലോ. ഇതിപ്പോൾ ഞാനോ നീയോ ഇടപെട്ടിട്ട് കാര്യമില്ല. എൻ്റെ മോളെ അഞ്ജുവിനെ കൊണ്ട് സംസാരിപ്പിക്കാം. ഓളാകുമ്പോൾ ഇതെല്ലാം പക്വതയോടെ കൈകാര്യം ചെയ്യും. മോളെ അഞ്ജു. അച്ഛനാ? നീ എടുത്തന്നെ ഇരിക്ക, പുറത്തിറങ്ങല്ലോ. എന്നാച്ചാ? ആ മോളെ, ഗോപീൻ്റെ രേഷ്മക്ക് എന്തോ ഒരു ചുറ്റിക്കളി. അത് ഞാൻ പറയാളേച്ചാ, അത് ഈ പ്രായത്തിൻ്റെ ആയിരിക്കും. പഠിക്കാൻ വിട്ടാ പഠിച്ചാൽ പോരല്ലേ? ആ അതാന്ന് കേട്ടാ എൻ്റെ മോള് പറയുന്നേ. അമ്മ ചോറായ? ആ ഇപ്പം തരാമനെ. നീ ഏതാ? കൃഷ്ണേട്ടാ, അച്ഛനൊന്നും വിളിക്കണ്ട. എന്നാ ആരാണോ നീ? ഏതാണ് ഇവേ? അച്ഛ, അഞ്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓൾ എന്നോട് പറഞ്ഞ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഞാനാ തെറ്റ് ചെയ്ത്. സോറി. ഓഹോ, അപ്പൊ ഇതാ നിന്റെ മോള ഇടപാടല്ലേ? ഈ വിക്രമന്റെ ബനിയിട്ട് നടക്കുന്ന ഇവന്റെ അപ്പുറം പോവാണ്ട് നോക്കടാ നിന്റെ മോളാ. എന്നിട്ട് നീ നന്നാക്കാൻ പറ എന്റെ മോളാ. നല്ല ബെസ്റ്റ് ഫാമിലി. നീ അന്റെ മോളെ പറയുന്നടാ. രുചികൾക്ക് എന്തിന് രഹസ്യം? മലയാളിമ, നല്ല നാടൻ വെളിച്ചെണ്ണ.